ഉള്ളൂ. സുന്നി വിശ്വസിപ്പിക്കാൻ ഇവിടെ നമ്മളെ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രവർത്തകരെ, അടികിട്ടിയേക്കും, കേസുകൾ ഉണ്ടായേക്കും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായേക്കും, കണ്ണുരുട്ടിയേക്കും. ഒരാളും സഹായിക്കാനില്ലാത്ത കാലത്തും, ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും നമ്മുടേതായി നിലവിൽ വന്നിട്ടില്ലാത്ത കാലത്തും സുന്നത്ത് ജമാഅത്ത് ഉറക്കെ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. നമ്മൾ ഇഖാമത്ത് കൊടുത്ത് മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് ആ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമിന് ഏപ്പിക്കാരന ആ മെഹ്റാബിന് അങ്ങനെ തന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പള്ളിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഇനി ഈ പള്ളിയിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടത് ഞങ്ങൾ മറന്നിട്ടില്ല. പക്ഷേ ആ പണ്ഡിതൻ പുറത്ത് നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, എന്റെ ജോലി എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾ പിരിച്ചുവിട്ടാൽ അള്ളാഹു എനിക്ക് തന്ന ആയുഷ്കാലത്തിൽ ഓരോരോ ദിവസം ഓരോരോ പള്ളിയിൽ നിന്നാലും നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ എന്നെ കിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പണ്ഡിത ശിരോമണികളാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധർമ്മധീരരായ പ്രവർത്തകരെ, നാം ആരുടെയും പിന്തുണ കണക്കാക്കിയിട്ടല്ല ചെയ്തത്. വലാ തഖ്ശൗഹും വഖ്ശൗനി, അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സംഘടനാ പ്രവർത്തകരോട്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് നമ്മുടെ ജിഹാദ് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ ജിഹാദ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജിഹാദ് നമ്മുടെ മഹല്ലത്തുകളിൽ, നമ്മുടെ ജിഹാദ് നമ്മുടെ പരിസരത്തിൽ. എന്താണ് നമ്മുടെ ജിഹാദ്? അല്ലാഹു അല്ലാഹ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു കുട്ടിയും ഇനി എന്റെ രക്തബന്ധത്തിലോ, എന്റെ വിവാഹ ബന്ധത്തിലോ, എന്റെ കുടുംബ ബന്ധത്തിലോ, എന്റെ മഹല്ലത്തിലോ, എന്റെ യൂണിറ്റിലോ ഈ പുതുതായി ഒരാൾ വഹാബിയായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന ഒരു തീരുമാനം, അതിനു വേണ്ടിയുള്ള ഒരു ജിഹാദിന്റെ പ്രവർത്തനം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സമ്മേളനം നമുക്ക് അതിനാണ് പ്രചോദനം നൽകുന്നത്. 14 ജില്ലകളിലും സമ്മേളനം സമാപിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ലക്ഷക്കണക്കായ പ്രവർത്തകന്മാർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട്, അള്ളാഹുവിന്റെ റസൂലിനെ മാത്രം മഹബത്ത് വെച്ച് പണ്ഡിത നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരാൾ പുതുതായി വഹാബിയും മൗദൂദിയും ആകരുതേ എന്ന പ്രതിജ്ഞയോടുകൂടെ പ്രവർത്തിക്കുന്ന വിഭാഗം ഉണ്ടാകണം. അവർ തീർച്ചയായും കണ്ണീരൊപ്പുന്ന പ്രവർത്തകരായിരിക്കും. അവർ തീർച്ചയായും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടാകും. അവർ തീർച്ചയായും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടാകും. വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തന രംഗത്ത് നമ്മുടെ മുന്നേറ്റം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ദഅവാ കോളേജുകളിലും ഞങ്ങളുടെ ശരീഅത്ത് കോളേജുകളിലും പഠിച്ചിരിക്കുന്ന 22 വയസ്സായ കുട്ടികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അത് ഏത് വേൾഡ് ഭാഷയായ അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും